ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ കിർച്ചോഫ്സ് റൂൾസിനെ പറ്റി പറഞ്ഞു. അതായത് കിർച്ചോഫ്സ് കറണ്ട് റൂളും വോൾട്ടേർ റൂളും അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇന്ന് വീസ്റ്റോൺസ് ബ്രിഡ്ജിനെ പറ്റി പറയാം. വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്താണ്? വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് നോക്കാം. വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. വീസ്റ്റോൺസ് ബ്രിഡ്ജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ എ സ്ക്വയർ ഓവർ ഹിയർ. We are having a square and at the four sides of the square we are connecting four resistors. 4 resistor അങ്ങോട്ട് കണക്ട് ചെയ്യും. And let's call these resistors as P, Q, R and S. P, Q, R, S are the 4 resistors. And by connecting a connection wire over here, we are connecting to a battery, then to a key. ബാറ്ററിയും കീയും. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയഗണലിൽ നമ്മൾ, അതായത് ഈ ഒരു ടെർമിനലിൽ വിൽ ബി കണക്ടിങ് എ ഗാൽവനോമീറ്റർ. ഒരു ഗാൽവനോമീറ്റർ. എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കറണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡിവൈസിനാണ് ഗാൽവനോമീറ്റർ. അപ്പം ഇറ്റ്സ് എ സെൻസിറ്റീവ് കറണ്ട് ഡിക്റ്റേറ്റിംഗ് ഡിവൈസ്. വി ആർ കണക്റ്റഡ് ലൈക്ക് ദിസ്. ഇവിടെ അപ്പം നല്ല മഴ പെയ്യും. എന്തായാലും ഇങ്ങനെ കണക്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് there will be a current starting. ഈ കറണ്ട് ദാ ഇങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം ഈ കറണ്ട് 2 സെഷനായിട്ട് ബ്രാഞ്ച് ചെയ്ത് പോകാം. അപ്പം ഞാൻ പറയട്ടെ, ഈ സെഷനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് I1. ഇതിലൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ആർ കോളിംഗ് ഇറ്റ് ആസ് I1. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന ഈ ഒരു കറണ്ടിനെ നമുക്ക് I2 എന്ന് വിളിക്കാം. ഈ I1 I2 കറണ്ട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോഴും ഇത് I1 എന്നല്ലേ. ആ I1 കറണ്ട് ഇവിടെ എത്തിയിട്ട് കുറച്ച് കറണ്ട് ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് IG. I1 കറണ്ടിൽ IG കറണ്ട് ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന കറണ്ട് എത്രയായിരിക്കും? അതായത് ഇവിടേക്ക് എത്തുന്ന കറണ്ട് I1 ആണ്. അതിന് കുറച്ച് കറണ്ട് IG ആയിട്ട് ഇതിലൂടെ പോയി. ബാക്കി വരുന്ന കറണ്ട് എന്ന് പറയുന്നത് അത് I1 മൈനസ് IG ആയിരിക്കും അല്ലെ. ഈ I1 മൈനസ് IG കറണ്ട് ആണ് Q എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ IG കറണ്ടിനെ തുടർന്ന് പോവുകയാണെങ്കിൽ ആ IG കറണ്ട് ഇവിടെ എത്തും അല്ലെ. ഇവിടെ എത്തി ഈ IG കറണ്ടും ഇവിടേക്ക് വന്ന I2 കറണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എസിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ the current which is passing through S will be I1 plus I1 അല്ല I2 plus IG. ശരിയല്ലേ? ഈ I2 plus IG കറണ്ടും I1 മൈനസ് IG കറണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം IG മൈനസ് IG വെട്ടിപ്പോവും. അങ്ങനെയാണ് I1 plus I2 എന്ന് പറയുന്നത് I അല്ലേ. അപ്പൊ ആ I കറണ്ട് അതിലൂടെ ഇങ്ങനെ പാസ്. അപ്പം ഇങ്ങനെ നമുക്കൊരു സർക്യൂട്ടിനെ എസ്യൂം ചെയ്തൂടെ. ഇനി ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ, നമ്മള് കിർച്ചോഫ്സ് വോൾട്ടേർ റൂൾ അപ്ലൈ ചെയ്യാൻ പോകും. അതായത് നമ്മള് we are going to apply Kirchhoff's voltage rule in this closed loop. ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേർ റൂൾ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് വോൾട്ടേർ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോസ് ലൂപ്പിന് ഒരു ഡയറക്ഷൻ കൊടുക്കണം. നമ്മൾ ഈ ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെ സങ്കല്പിച്ചു. എന്നിട്ട് എന്തായിരുന്നു കിർച്ചോഫ്സ് വോൾട്ടേർ റൂൾ? കിർച്ചോഫ്സ് വോൾട്ടേർ റൂൾ പറയുന്നത് സിഗ്മ E is equal to സിഗ്മ IR. ഓർമ്മയില്ലേ? സിഗ്മ E is equal to സിഗ്മ IR. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സിഗ്മ E, ഈ ലൂപ്പിന്റെ ഉള്ളിലുള്ള EMFകളുടെ സമ്മിനെ ആണ് നമ്മൾ സിഗ്മ I എന്ന് പറയാം. അതിന് നമ്മൾ ഈ ലൂപ്പിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ബാറ്ററി പോലും കാണുന്നില്ല. ഇവിടെയുള്ള ബാറ്ററി ഈ ലൂപ്പിന്റെ ഭാഗമല്ലല്ലോ, ഈ ക്ലോസ് ലൂപ്പിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഇവിടെയുള്ള സിഗ്മ E എന്ന് പറയുന്നത് 0 is equal to സിഗ്മ IR. സിഗ്മ IRനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഈ ഡയറക്ഷനിൽ കറണ്ട് നോക്കും. അതായത് ഈ ലൂപ്പും ഈ കറണ്ട് എടുക്കുകയാണ്. അതായത് P എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്? I1. കാണുന്നില്ലേ? ആ I1 എന്ന് പറയുന്ന കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ ഇവിടെ ലൂപ്പ് നിൽക്കുന്നത്. ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ IRനെ പോസിറ്റീവ് എടുക്കും. പറഞ്ഞാൽ ഇത് ഓർക്കുന്നില്ലേ? അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ
തുടക്കത്തില് ഈ ഒരു IR പോസിറ്റീവ് എടുക്കണം. അതായത് I1P എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ ലൂപ്പിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പം I1P. ഇനി നമ്മൾ ഇതാ ഇതിലൂടെ നോക്കാം. ഈ IG കറണ്ട് ആണ് ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അതിന്റെ തൊട്ടടുത്തുള്ള ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ ലൂപ്പിന്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ അല്ലേ? അതുകൊണ്ട് അവിടെയും നമ്മൾ IR പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് RG ആണ്. എന്താണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്? RG. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്ലസ്, കാരണം കറണ്ട് ലൂപ്പ് ഒരേ ഡയറക്ഷനാണ്, IG ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് RG ആയതുകൊണ്ട് IGRG. ഇനി R എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്? I2. അതിന്റെ തൊട്ടടുത്തുള്ള ലൂപ്പ് നോക്ക്, കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് IR എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ മൈനസ് എന്ത് കിട്ടും? മൈനസ് I2 ഇൻറ്റു R. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇനി ഈ ഇക്വേഷനിൽ തന്നെ നിങ്ങളൊന്ന് സങ്കല്പിക്കി, അഥവാ നമ്മളുടെ ഈ R എന്ന് പറയുന്ന റെസിസ്റ്ററിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. എന്നിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാതെ വരികയാണ് ചോദിച്ചത്. അതായത് ഞാനൊരു ഇഫ് സിറ്റുവേഷൻ എടുക്കുകയാണ്. ഇഫ് ദ റെസിസ്റ്റൻസ് R is adjusted and the current passing through the galvanometer is 0. IG 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സങ്കല്പിക്കുകയാണ് IG 0 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ 0 is equal to I1P, പിന്നെ ഈ ടേം എഴുതേണ്ട ആവശ്യമില്ലല്ലോ, മൈനസ് I2R. ഇങ്ങനെ എഴുതാം. I1P മൈനസ് I2R എഴുതിക്കൂടെ? എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാനൊന്ന് ഇങ്ങനെ എഴുതട്ടെ. I1P is equal to I2R എന്ന് വേണം എനിക്ക് എഴുതിക്കൂടെ? കാരണം ഈ മൈനസ് I2R അപ്പുറത്തെ എഴുതണ്ടേ, പ്ലസ് I2R. അപ്പം I1P is equal to I2R. ലെറ്റ്സ് ഹാവ് an equation over here. കിടക്കട്ടെ. ഇനി ഇതേ രീതിയിൽ നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് റൂള് വേറെ ഒരു ലൂപ്പിലും അപ്ലൈ ചെയ്യാം. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ് ലൂപ്പ് എടുത്തിട്ട് ആ ക്ലോസ് ലൂപ്പിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൂപ്പിന് ഒരു ഡയറക്ഷൻ കൊടുക്കാം. ഇതാണ് നമ്മൾ ലൂപ്പിന് കൊടുക്കുന്ന ഡയറക്ഷൻ. ലൂപ്പിന് ഈ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ? സിഗ്മ E is equal to സിഗ്മ IR അല്ലേ? ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം ഇവിടെയും സം ഓഫ് ഓൾ ദ EMF, ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ബാറ്ററി ഒന്നും ഇല്ലല്ലോ, ബാറ്ററി ഉള്ളത് പുറമേ ഉള്ള സ്ഥലത്താണ്. അങ്ങനെയാണ് ഈ ലൂപ്പിന് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് സിഗ്മ E എന്ന് പറയുന്നതിന് പകരം 0 is equal to സിഗ്മ IR. സിഗ്മ IRന് നമുക്ക് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ Q എന്ന് പറയുന്ന റെസിസ്റ്റൻസിനുള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? I1 മൈനസ് IG ആണ്. കാണുന്നില്ലേ? ആ I1 മൈനസ് IG കറണ്ടും ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്ക്, ഒരേ ഡയറക്ഷൻ ആണോ വിപരീത ഡയറക്ഷൻ ആണോ? ഒരേ ഡയറക്ഷൻ. അങ്ങനെയാണ് പ്ലസ്, അതായത് I1 മൈനസ് IG ഇൻറ്റു Q. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് നോക്കാം. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മള് കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനും ലൂപ്പ് അതിന്റെ വിപരീത ഡയറക്ഷനാണ്. അപ്പൊ S എന്ന് പറയുന്ന റെസിസ്റ്ററിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 പ്ലസ് IG ആണ്. അതുകൊണ്ട് കറണ്ടും ലൂപ്പും വിപരീത ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് I2 പ്ലസ് IG ഇൻറ്റു എന്ത്? S. ഇനി ഞാൻ ഈ വീഡിയോനൊന്ന് താഴെയാക്കട്ടെ. I2 പ്ലസ് IG ഇൻറ്റു S. ഇനി ഈ ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് താഴോട്ടേക്കും ലൂപ്പിന്റെ ഡയറക്ഷൻ ആയാലും വിപരീത ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ മൈനസ് എന്നാണ് എടുക്കേണ്ടത്, കാരണം കറണ്ട് ലൂപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൈനസ് IG ഇൻറ്റു ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിന് RG. ഇങ്ങനെ എഴുതാം. ഇതിന് ശേഷം ഇവിടെയും നമ്മൾ ആ ഒരു ഇഫ് സിറ്റുവേഷൻ, എന്താണ് ഇഫ് സിറ്റുവേഷൻ? അതായത് ഇഫ് we are adjusting the resistor R and the galvanometer is showing 0 deflection. അതായത് ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം 0 IG ക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ I1Q അല്ലേ, മൈനസ് ഇവിടെ IG ക്ക് 0 കൊടുത്തിട്ടുണ്ട് I2 ഇൻറ്റു S, പിന്നെ
ഇവിടെ IG 0 ആണ്, ഈ ടേം തന്നെ പോയി. അപ്പൊ I1Q മൈനസ് I2S ഇക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? I1Q is equal to I2S എഴുതിക്കൂടെ? അതായത് മൈനസ് I2S നെ പ്രതി എടുത്തിട്ട് പ്ലസ് I2S. അപ്പം we having an equation like this. And let's say ഈ കിട്ടിയ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും, ഈ കിട്ടിയ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിലോ, 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണ് I1Q ഡിവൈഡഡ് ബൈ I1P. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ I1P ഡിവൈഡ് ബൈ I1Q, ദാറ്റ് ഇസ് P ബൈ Q. കാരണം I1 ക്യാൻസൽ ആയിപ്പോ, ഇസ് ഈക്വൽ ടു ഇവിടെ I2R ഡിവൈഡഡ് ബൈ I2S ആണ്, I2 വെട്ടിപ്പോവും, R ബൈ S. ഇങ്ങനെ കിട്ടും. അപ്പം ഈ ഒരു റിലേഷനെ നമ്മൾ വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഈ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. അതില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പിയും ക്യൂവും ആറും എസും എന്താണ്? 4 റെസിസ്റ്റൻസ്. അപ്പം വീസ്റ്റോൺ ബ്രിഡ്ജിലെ 4 റെസിസ്റ്റൻസ് P ബൈ ക്യൂ ഈക്വൽ ടു R ബൈ എസ് എന്ന് പറയുന്ന രീതിയിൽ ആവുന്നത് എപ്പോഴാണ്? IG 0 ആവുമ്പോൾ. അപ്പം നമുക്ക് പറയാൻ പറ്റും വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, if the current passing through the galvanometer is 0. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 0 ആണെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസുകളുടെ റേഷ്യോ എന്തായിരിക്കും? P ബൈ ക്യൂ ഈക്വൽ ടു R ബൈ എസ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയട്ടെ. എക്സാമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പം നമ്മളിവിടെ ഒരു വീസ്റ്റോൺസ് ബ്രിഡ്ജ് എടുക്കും. ഇവിടെയുള്ള റെസിസ്റ്റർ വെറുതെ ഞാൻ പറയട്ടെ 2 ഓം ആണ്. ഇവിടെ ഉള്ള റെസിസ്റ്റർ ലെറ്റ്സ് സേ 4 ഓം. ഇവിടെ ഉള്ള റെസിസ്റ്റർ നമുക്ക് പറയാണ് ഒരു 6 ഓം ആണ്. ഇവിടെ ഉള്ള റെസിസ്റ്റർ ഒരു 12 ഓം എന്നും സങ്കല്പിച്ചു. ഇനി നമ്മളിവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു 10 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തെന്ന് സങ്കല്പിക്കും. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ ഈ റെസിസ്റ്റൻസിനൊക്കെ നോക്കിയിട്ട് പറയും. ഞാൻ പറയും ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് 0 ആണെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ നിങ്ങൾക്ക് ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് 0 ആണെന്ന് പറയാൻ പറ്റുക? ഞാൻ പറയും ഇവിടെ P എന്ന് പറയുന്ന ആൾക്ക് പകരം ഇവിടെ ഉള്ള ആൾ ആരാണ്? 2. Q എന്ന് പറയുന്ന ആൾക്ക് പകരം ഇവിടെ ഉള്ള ആൾ ആരാണ്? 4. R ന് പകരം we are having 6 and instead of S we are having 12. You just look, 2 by 4 തന്നെ അല്ലേ 6 by 12 ആണ്. അങ്ങനെയാണ് ഇത് P by Q equal to R by S മോഡലിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം. കാരണം P by Q equal to R by S മോഡലാണ്, IG 0 ആണ്. ഇതാണ് വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം എന്താണ് വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, if the resistance of the Wheatstone's bridge are in the ratio P by Q equal to R by S, അതായത് വീസ്റ്റോൺസ് ബ്രിഡ്ജിന്റെ റെസിസ്റ്റൻസുകൾ P by Q equal to R by S രീതിയിൽ ആണെങ്കിൽ ആ വീസ്റ്റോൺസ് ബ്രിഡ്ജിലെ ഗാൽവനോമീറ്ററിനുള്ളിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്? 0. If the resistance of the Wheatstone's bridge are in the ratio P by Q equal to R by S, the current flowing through the galvanometer will be 0. ഇതിനെയാണ് നമ്മൾ വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ?